വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ Canon PIXMA G1020 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം, പേപ്പർ എങ്ങനെയൊക്കെ ഇൻസേർട്ട് ചെയ്യാം, എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള Canonന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ ടെക്നീഷ്യൻ വന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്, ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ട്രയൽ പേപ്പർ വെക്കുക. നാലാമത്തെ കാര്യം, പ്രിന്റർ മസ്റ്റായിട്ട് ഓഫ് ചെയ്യുന്നത് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ, ഡയറക്റ്റ് ഓഫ് ചെയ്യരുത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിന്ററിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് പവർ ബട്ടൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റർ ഓഫ് ചെയ്യുന്നത് ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഈ ബട്ടൺ നമുക്ക് സ്റ്റോപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണും അതേപോലെ എന്തെങ്കിലും വാണിംഗ് ലൈറ്റുകൾ ഇവിടെ ഓൺ ആയിരുന്നു കഴിഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ പാടാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ പേപ്പർ സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടില്ല, പേപ്പർ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണത്. ഇത് പിന്നെ സെലക്ട് ചെയ്യാനുള്ള ഓക്കെ ബട്ടണാണത്. നിങ്ങൾക്ക് പേപ്പർ സെലക്ട് ചെയ്ത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചതിന് ശേഷം പിന്നെ സെലക്ട് ചെയ്യാനുള്ള ബട്ടണാണത്. പ്രിന്ററിൻ്റെ പവർ കണക്ട് ചെയ്യുന്നത് പ്രിന്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിറകു വശത്ത് ഈ ഒരു സ്ലോട്ടിലാണ്, കണ്ടില്ലേ, അവിടെ കണക്ട് ചെയ്യുക. അതേപോലെ റൈറ്റ് സൈഡിലാണ് USB പോർട്ട് വരുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ മാത്രമേ പ്രിന്റർ ഓഫ് ഓണും ചെയ്യാൻ പാടുള്ളൂ. ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പാടുള്ളൂ. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് നേരം ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റഡി നിന്നതിന് ശേഷം മാത്രം പ്രിന്റ് കൊടുക്കുക. ഒരിക്കലും നോൺ ജെന്യൂൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. വില കുറഞ്ഞ ഇങ്കുകൾ ഒരിക്കലും വാങ്ങാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിന്ററിൻ്റെ വാറണ്ടി കട്ടാവുമെന്ന് മാത്രമല്ല, നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി തന്നെ കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ക് ലെവൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. നമ്മൾ ടാങ്കിലേക്ക് എപ്പോഴും ഫിസിക്കലായി നോക്കി ഇവിടെ താഴെ കാണുന്ന ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്യണം. ഒരിക്കലും പ്രിന്റർ ഇങ്ങോട്ട് പറയില്ല ഇങ്ക് ലോ ലെവലാണ് എന്നുള്ളത്. കാരണം ഇതിന് ടാങ്കിന് സെൻസർ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് കമ്പനി അത് ട്രാൻസ്പെറൻ്റ് ആയി കൊടുത്തിട്ടുള്ളത്. അവിടെ കാണുന്ന ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് റീഫില്ല് ചെയ്യണം. 4 കളറാണ് വരുന്നത്. ഒരു ബ്ലാക്ക്, ഒരു സിയാന്, മജന്ത, യെല്ലോ, അങ്ങനെ 4 ടാങ്കും 4 കളറാണ് വരുന്നത്. 71 സീരീസ് ഇങ്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. വേറെ സീരീസുകളും ഇങ്കുകളും ഒന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് ഇങ്കിൻ്റെ ടാങ്കാണ് കാണുന്നത്. ഇവിടെ ഒരു ആരോ മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോ മാർക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഫില്ല് ചെയ്യണം. അതേപോലെ റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ ടാങ്കുകൾ വരുന്നത്. ഓക്കെ, അത് ആദ്യം ഇങ്ക് ഫില്ല് ചെയ്യാൻ ഈ ഡോർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് എല്ലാ ട്യൂബുകളും എംറ്റി ആയിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് പല സമയത്തായിട്ടായിരിക്കും ഓരോരോ കളറിൻ്റെ ടാങ്കും എംറ്റി ആവുന്നത്, ലോ ലെവലാവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ബ്ലാക്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്താണ് ജസ്റ്റ് ഈ ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് അതിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ടല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് ഇങ്ക് ഫില്ലാവുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലെവലാണ് ലോ ലെവല്. അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല ലെവല്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം നമ്മളെ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് മസ്റ്റായിട്ടും ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യാൻ വിട്ടു പോകരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി റൈറ്റ് സൈഡിൽ ഞാൻ കളറിൻ്റെ ടാങ്കാണ് കൊടുത്തിട്ടുള്ളത് പറഞ്ഞു. അവിടെ ആദ്യം വരുന്നത് സിയാനാണ്, പിന്നെ മജന്ത, പിന്നെ യെല്ലോ. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. ഞാനിപ്പോൾ സിയാനാണ് ഫില്ല് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഏകദേശം ഇങ്ക് ഫില്ലായിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ക് ഫില്ലായിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ബോട്ടിൽ കാലിയാണ്. ജസ്റ്റ് എന്നിട്ട് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് മജന്തയാണ്. മജന്തൻ്റെ എടുത്തു, ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്തു. അതിനുശേഷം ടാങ്കിലേക്ക് ബോട്ടിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നുണ്ട്. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില കുറഞ്ഞ ഇങ്കുകളോ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കുകളോ അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്കുകളോ ഒന്നും ഉപയോഗിക്കരുത്. ഉപയോഗിക്കുന്നത് ഓൺലി ഒറിജിനൽ ഇങ്ക് തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ പ്രിൻ്ററിൻ്റെ ലൈഫ് തന്നെയാണ് പ്രശ്നം വരിക. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ മജന്ത ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഞാനത് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഇങ്കാണ്. യെല്ലോ ടാങ്കിലേക്ക് ഞാൻ യെല്ലോ ഇങ്ക് ഫില്ല് ചെയ്യാൻ പോകുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്യുന്നു.
ടാങ്കിലേക്ക് ഇങ്ക് നിറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഏകദേശം അങ്ങനെ ഇങ്കെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് 4 ടാങ്ക് എംറ്റി ആയിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം പല സമയത്താണ് ഓരോരോ ടാങ്കിലെ ഇങ്ക് കഴിയുന്നത്. അപ്പോൾ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. Canon PIXMA G1020 പേപ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഇതിന് റിയർ പേപ്പർ ഫീഡറാണ് വരുന്നത്. അതിൽ പിറകു വശത്താണ് പേപ്പർ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറെ ട്രേ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊരു കാര്യം. പിന്നെ ഈ ഒരു മോഡലിൽ പുതിയൊരു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പേപ്പറിൻ്റെ സിമ്പിളിൽ ഒരു ബട്ടൺ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്ത് തന്നെ 4x6 A4 ലെറ്റർ ലീഗൽ ഇങ്ങനെ ഓരോ സൈസും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്തിനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ സപ്പോസ് ഒരു പേപ്പർ ഇൻസെർട്ട് ചെയ്തു. അപ്പോൾ അവിടെ A4ൻ്റെ അവിടെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേറെ സൈസ് ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ ബട്ടൻ്റെ അവിടെ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ സൈസ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ വെച്ചത് A4 സൈസ് പേപ്പറാണ്. നിങ്ങൾക്ക് 6x4 അതിൽ പ്രിൻറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഏതാണോ വേണ്ടത് അത് ഓക്കെ എന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യണം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ഓരോരോ സൈസ് കൊടുത്തതായിട്ട് കാണാം. ഞാൻ പേപ്പർ ഇൻസെർട്ട് ചെയ്യുന്നു. അപ്പോൾ A4ൻ്റെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ആ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പേപ്പറിൻ്റെ ബട്ടൺ പ്രസ് ചെയ്താണ് നിങ്ങൾക്ക് ആ സൈസ് ലെറ്ററാണോ ലീഗലാണോ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് ഗുണം വരിക A4 പേപ്പറിൽ ലെറ്റർ ലീഗലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ്. എന്നിട്ടത് ഓക്കെ എന്നുള്ള ബട്ടൺ വെച്ചാണ് കൺഫേം ചെയ്തിരിക്കണം. ഇത് ഓരോരോ തവണ പേപ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഡോക്യുമെൻറ്റ് പ്രിൻ്റ് കൊടുക്കുക. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. പേപ്പർ മിസ്മാച്ച് എന്ന് എറർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റിങ്സ് മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന ഒരു വേർഡ് ഫയലാണത്. ഇത് ബ്ലാക്കും കളറെല്ലാം ഉള്ള ഡോക്യുമെൻ്റാണ്. ഞാൻ ജസ്റ്റ് ABCD എന്ന് കീബോർഡിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നെങ്കിൽ Ctrl+P എന്നുള്ള ഷോർട്ട് കീ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ മെനുവിൽ പോവുക. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മെനു ക്ലിക്ക് ചെയ്ത് അതിലുണ്ടാവും പ്രിൻ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിൻ്റിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നു. നോർമൽ കേസിലാണെങ്കിൽ നമ്മളിവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിലാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി കൂടുതലായിട്ട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ കണ്ട പോലെ ജസ്റ്റ് ഈ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ പേരിന് നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ സെറ്റിങ്സിൻ്റെ ഒരു പേജ് ഓപ്പണായി വരും. ക്വിക്ക് സെറ്റപ്പിൻ്റെ ഒരു പേജാണത്. നോർമൽ കേസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞ മോഡലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഇനി ഗ്ലോസി പേപ്പർ അതേപോലെ ഹൈ റെസൊല്യൂഷൻ മാറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന ഫോട്ടോ പ്രിൻറ്റിങ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം 2 ഓപ്ഷനാണുള്ളത്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങിനാണ് ഈ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിംഗ് എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്നതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ മോണോക്രോം രീതിയിലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. ഓക്കെ, എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം മീഡിയ ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലെയിൻ പേപ്പർ. അത് കഴിഞ്ഞിട്ട് ഏത് സൈസ് പേപ്പറാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പോലെ ഓറിയൻറ്റേഷൻ ഏതാ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ, അവിടെ നിങ്ങൾക്ക് പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. അത് ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. പിന്നെ പ്രിൻറ്റ് ക്വാളിറ്റി 3 ക്വാളിറ്റിയാണുള്ളത്. എക്കണോമി, സ്റ്റാൻഡേർഡ്, ഹൈ. ഹൈ പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷേ സ്ലോ പ്രിൻറ്റിങ് കാര്യം കൂടുതൽ ഇങ്ക് അതിക്ക് ചിലവ് വരും. പിന്നെ എക്കണോമി പറഞ്ഞു കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിരിക്കും. എല്ലാവരും പൊതുവെ സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. പിന്നെ നിങ്ങൾക്ക് പേപ്പർ സോഴ്സ് ഇതിനാകെ ഒരു ട്രേ മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് റിയർ ട്രേ ആണ് വരുന്നത്. ഇനി ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ പ്രിൻറ്റിങ് മസ്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ താഴെ കാണുന്ന മീഡിയ ടൈപ്പ് എന്നുണ്ടല്ലേ, അതിൽ ഫോട്ടോ പേപ്പർ ഏത് ടൈപ്പ് ഫോട്ടോ പേപ്പറാണെന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഇതിന് ഓരോരോ ടൈപ്പിന് ഓരോരോ ക്ലാരിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഫോട്ടോ പേപ്പറിൽ നിങ്ങൾക്ക് മതിയായ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന അതർ പേപ്പേഴ്സ് എന്നുള്ളതിൽ ഈ ഹൈ റെസൊല്യൂഷൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നുകൂടി ക്ലാരിറ്റിയിൽ വരും. പക്ഷേ ഇതെല്ലാം ഫോട്ടോ പേപ്പറിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പേപ്പർ സൈസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓറിയൻറ്റേഷൻ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രിൻറ്റ് ക്വാളിറ്റിയിൽ പിന്നെ എക്കണോമി എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല ഫോട്ടോ പ്രിൻറ്റിങ്ങിന്. സ്റ്റാൻഡേർഡ്, ഹൈ എന്ന 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിലേതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള മോഡലിൽ സെലക്ട് ചെയ്തു. ഇനി ഈ മെയിൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ പേജ് സെറ്റപ്പിലും ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഏകദേശം അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ഫ്രം ലാസ്റ്റ് പേജ് എന്നുള്ള ടിക്ക് ഒഴിവാക്കണം നമ്മൾ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ പേജസ് എടുക്കുന്ന സമയത്ത് അവസാന പേജ് ആദ്യം പ്രിൻറ്റ് ചെയ്ത് വരിക.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് ചെല്ലും. പ്രിൻറ്റിംഗ് കമാൻഡ് ചെന്നിട്ടുണ്ടാവും. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.